അമ്മേ പ്ലീസ് അമ്മേ പ്ലീസ് അമ്മേ ഒരേ ഒരു ദോശ ഒറ്റ ദോശ ഞാൻ പ്ലീസ് അമ്മേ ഒരേ ഒരു ദോശ പ്ലീസ് അമ്മേ ഒറ്റ ദോശ ഒന്നിങ്ങോട്ട് വരൂ. ഇവനോടൊന്ന് ചോദിച്ചേ. ഇവൻ ഒരു ദിവസം വീട്ടിൽ കുത്തിയിരുന്നാലേ ഇതാ ഒരു പണി ചെയ്യിപ്പിക്കില്ല. സഹായിക്കാമെന്ന് എന്നെ വേണം പറയാൻ. ഫാദറിന് എന്തെങ്കിലും സഹായം വേണോ? വേണ്ടല്ലോ മൈ സൺ. സിസ്റ്റർ TV കാണുവാണോ? സിസ്റ്റർ സാമ്പാർ ഒഴിക്കട്ടെ? ഒന്നും വേണ്ട. ഞാനും ഒരു 5 മിനിറ്റ് TV കണ്ടോട്ടെന്നേ. നീ ആ ചാനൽ മാറ്റുന്നുണ്ടോ? നിന്റെ ഫേസ് അതിൽ കാണാടി. റിമോട്ട് തരാനല്ലേ പറഞ്ഞത്? റിമോട്ട് തരാനല്ലേ പറഞ്ഞത്? റിമോട്ട് താഴെ റിമോട്ട്. അമ്മേ ഇത് കൊല്ലും കേട്ടോ. ഇനി തൊട്ട് പോരുത് റിമോട്ടിൽ. ഹലോ പൊടി മരപ്പെട്ടി. നീയാ പറടാ അളിയ. വീട്ടിലാടാ. നീ എവിടാ? ശരി ഞാനിപ്പോ വരാം. അച്ഛാ പോക്കറ്റിൽ നിന്ന് ഒരു 200 രൂപ എടുത്തിട്ടുണ്ട്. എടാ ആകെ അതേ ഉള്ളൂ, ഒരു 50 തന്നിട്ട് പോ. അമ്മയോട് മേടിച്ചോ? അങ്ങനെ ചെയ്യാല്ലേ? എടി നിന്റെ ഒരു 50 രൂപയുണ്ടോ? ആഹാ, അച്ഛന് മോനെ എന്റെ കാശ് വാരിക്കോരി തന്നിരിക്കല്ലേ. എന്റെ കയ്യിൽ ഒരു 50 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹിക്കില്ലല്ലോ. എന്തൊരു ചൂടായത്. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അളിയാ കാശ് ചോദിച്ചാൽ ആരും തരുന്നില്ല അളിയാ. എപ്പോ ചോദിച്ചാലും ഇന്ന് വാ നാളെ വാന്ന് പറഞ്ഞു വിടുവാ. മാറാ. എന്താണ് ഇവിടെ നിൽക്കുന്നത്? ബൈക്ക് കേൾക്കാൻ പോയില്ലേ? എടാ നിനക്ക് കുറച്ച് കൂടുന്നുണ്ടോ കേട്ടോ. എന്നെ കണ്ട കള്ളനെ പോലെ തോന്നുന്നുണ്ടോ നിനക്ക്? മോന്തൊക്കെ തന്നോണ്ടല്ലോ. വീട് തോറും കയറി ബൈക്ക് പൊക്കുന്നമാരല്ലേ നീയൊക്കെ? ചോദിച്ച ബാങ്ക് എംപ്ലോയി ആണെന്ന് ഇറങ്ങിക്കോളൂ. വന്നു നോക്ക് നീ ഞങ്ങളോടൊപ്പം 150 കിലോമീറ്റർ. അപ്പൊ അറിയാം എന്ത് കഷ്ടപ്പാടുണ്ടെന്ന്. ഞങ്ങൾ നരകവേദന അനുഭവിക്കുക. ഓടാ, ഞാൻ 10 പേർക്ക് ജോലി കൊടുക്കുന്നവനാ. ഈ ലെങ്കോട്ടി കെട്ടി നിൽക്കുന്നവരെ നമുക്ക് സെറ്റ് ആവത്തില്ല. ചേച്ചി ഒരു ചായ. സാർ എത്തിയോ? ഇതാണോ 5 മിനിറ്റ് കൊണ്ട് വരാമെന്ന് പറഞ്ഞു? സോറി അളിയാ. എന്തിനാ നീ എന്നെ വിളിച്ച? അളിയാ എനിക്കൊന്ന് തനിച്ച് സംസാരിക്കണം. പോയി സംസാരിച്ചിട്ട് വാ. എടാ കുറച്ച് കാശിന് അത്യാവശ്യം ഉണ്ടടാ. ഞാൻ വിചാരിച്ച പോലെ തന്നെ നടന്ന്. ഇന്നാ അളിയാ എനിക്ക് 5000 രൂപ വേണ്ടത്. എടാ 2 ബീറും സൈഡ് ഡിഷും കിട്ടൂടാ ഇതിന്. എടാ എന്റെ പൊന്നളി എനിക്ക് അത്യാവശ്യമായിട്ട് 5000 വേണം. ഓടാ തേണ്ടി. ഇത് ഞാൻ എന്റെ അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് അടിച്ചോണ്ട് വന്നാ. അവന് വേണ്ട രവി നിന്റെ കയ്യിലുണ്ടാ. ഇവന്റെ ഒരു കാര്യം. എടാ മാസം അവസാനമായിട്ട് 5 പൈസ ഇല്ലാത്ത ഞാൻ കിടന്ന് കറങ്ങുക. എടാ ജീവ വണ്ടിയുടെ RC ബുക്ക് ഉണ്ടോ നിന്റെ? ഉണ്ടല്ലോ. എന്തിനാ? അത് എവിടെയെങ്കിലും ഒരു ബ്ലേഡ് വെച്ചിട്ട് 15 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നേക്കാം ഞാൻ. എന്താടാ ഇതിനൊക്കെ കാശ് തരുമോ? താങ്ക്സ് അളിയ, എനിക്ക് കുറച്ച് അർജന്റ് ഉണ്ട്. എടാ ബൈ 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 ബൈ. എടാ കാശില്ലെങ്കിൽ ഇല്ലെന്ന് അവനോട് പറഞ്ഞുകൂടെ നിനക്ക്? RC ബുക്ക് എന്തിനാണ് അവന്റെ കൊടുത്ത്? നിനക്ക് വട്ടുമല്ലോ. കൊണ്ടുപോട്ടെ, എന്തോ അത്യാവശ്യം. അവൻ അത്യാവശ്യം ഒഴിഞ്ഞ് നേരമില്ലടാ. എടാ സുധയ, കല്യാണം കഴിഞ്ഞ് എങ്ങനെയുണ്ട്? ഫൈൻ. കെട്ടിയോനെന്തേ? കഴിച്ചോണ്ടിരിക്കുവാടാ. ശരി, കാര്യം പറ. അത് പിന്നെ പ്രിയ നിന്നെ ഫോണിൽ വിളിച്ചായിരുന്നോ? വിളിച്ചില്ല. എന്നോട് നിന്റെ നമ്പർ ചോദിച്ചായിരുന്നല്ലോ. വിളിച്ചില്ല. അവളുടെ നമ്പർ നീ ഒന്ന് എനിക്ക് മെസ്സേജ് അയക്കേ. എന്താ കാര്യം ഞാൻ വിളിച്ച് ചോദിച്ചോളാം. അയച്ചില്ലെങ്കിലോ? അയച്ചേ പറ്റൂ. അയക്കടി. ഹലോ. കട്ട് ചെയ്ത് കളഞ്ഞു. എന്തോടി? പ്രിയയുടെ നമ്പർ അവന് വേണോന്ന്. പ്രിയയുടെ നമ്പറാ. രവി ഒരു ചായ പറ. അവനെ പ്രേമിക്കാൻ തുടങ്ങിയെന്നാ തോന്നുന്നത്. അറിയില്ലടി. നിന്റെ നമ്പർ അവനെങ്ങനെ? എനിക്കറിയില്ലടി. നീ കണ്ടില്ലേ? നമ്മള് ഫോൺ ചെയ്യണമെന്ന് വിചാരിച്ച്, പക്ഷെ അവനിപ്പോ വിളിച്ചിരിക്കുന്നു. ഇത് എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാക്കിയോ നീ? അവനാണെന്ന് അറിയാതെ സംസാരിച്ചാ മതി. ഹലോ. ഹലോ. അതേടാ പ്രിയാണോ ഇത്? അതെ പ്രിയാണല്ലോ. ആ എന്തൊക്കെയുണ്ട്? നിങ്ങളാരാ? വോയിസ് മനസ്സിലായില്ല. മനസ്സിലായില്ല. 2 ദിവസം മുമ്പ് നമ്മൾ മീറ്റ് ചെയ്തില്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. മനസ്സിലായില്ല. ഓക്കെ എന്നാ വെച്ചേക്ക്. ഹലോ ഹലോ ഹലോ. കട്ട് ചെയ്തിരി. കട്ട് ചെയ്തു. ശരി, നീ തന്നെ അങ്ങോട്ട് വിളിക്ക്. എന്ത് പറയാനാ? എന്തെങ്കിലും ഒന്ന് പറയടി. നിങ്ങൾ ജീവിയാണോ എന്ന് ചോദിക്ക്. ആദ്യം ശബ്ദം മനസ്സിലായില്ല, സോറി എന്ന് പറ. അതെങ്ങനെ കൃത്യമായിട്ട് പറയുന്നത്? ഒന്ന് വെയിറ്റ് ചെയ്യ്. കണ്ടോ? ഹലോ. ഇന്ന് ഫോൺ വെച്ചാ പറഞ്ഞോളൂ. ജീവിയാണോ? ആള് കൊള്ളാലോ, വോയിസ് കണ്ടുപിടിച്ചല്ലോ. പെട്ടെന്ന് വിളിച്ചോണ്ടാ എനിക്ക് വോയിസ് മനസ്സിലാകാതെ പോയത്. ഇതാണോ നിങ്ങളുടെ നമ്പർ? എന്താ സുധയൊന്നും പറഞ്ഞില്ലേ? അയ്യോ അല്ല, ഗോഡ് സുധ. അത് പിന്നെ സുധയോട് ഞാൻ നമ്പർ വാങ്ങിയായിരുന്നു. എവിടെ വെച്ചെന്ന് അറിയില്ല. ഡയറിയിൽ നോട്ട് ചെയ്യാനും മറന്നു. ശരി ശരി, അതെല്ലാം വിട്ടേക്ക്, വെപ്രാളപ്പെടണ്ട. അല്ല എന്തിനാ എന്റെ നമ്പർ വാങ്ങിയ? വെറുതെ ഒന്ന് സംസാരിക്കാന്ന് കരുതി. എങ്കിൽ സംസാരിച്ചോളൂ. എന്താ ഇയാളൊന്നും മിണ്ടാത്തെ? അല്ലിപ്പോ എവിടെയാ ഉള്ളേ? ഫ്രണ്ട്സിന്റെ കൂടെയാ. ഇയാള്? ഞാനും ഫ്രണ്ട്സിന്റെ കൂടെയാ.
പിന്നെ പിന്നെ വല്ലതും കഴിച്ചോ? ആ കഴിച്ചു. ഇയാളോ? ആ ഞാൻ കഴിച്ചു. ഉം. പിന്നെ എന്താ കഴിച്ചേ? ഇഡ്ലിയാ. ഇയാളോ? ഞാൻ ദോശയാ. പിന്നെ 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 വൈകിട്ട് കാണാൻ പറ്റുമോ? എന്തിനാ? എന്നാ വേണ്ട വിട്ടേക്ക്. അയ്യോ അതല്ല, കാണാം. എവിടെ വെച്ച് കാണാം? അഭിരമിമോളം ഒക്കെ ആണോ? ഓക്കെ, അവിടെ തന്നെ നമുക്ക് കാണാലോ അല്ലേ? ഓക്കെ ബൈ. വട്ടാണോ നിനക്ക്? ഇപ്പൊ കാണാന്ന് നീ എന്തിനാ അവനോട് പറഞ്ഞത്? അല്ല, പെട്ടെന്ന് ചോദിച്ചപ്പോ എന്ത് പറഞ്ഞെന്ന് അറിയില്ലായിരുന്നു. ദേ നോക്ക്, ഒറ്റ നോട്ടത്തിൽ ആണുങ്ങളെ വിശ്വസിക്കരുത്. അതായത് സിനിമയ്ക്ക് പോകുമ്പോ ചില ആണുങ്ങളെ പെണ്ണുങ്ങളെ കാണുമ്പോൾ വലിയൊരു കോക്ക് വാങ്ങി ജാട കാണിക്കാറുണ്ട്. എന്നാൽ കേറുന്നതോ 10 രൂപ ടിക്കറ്റിനായിരിക്കും. അതുമാത്രമോ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഡ്രസ്സിംഗ് ആയിരിക്കും. എന്നാൽ അവന്മാർ മിഡിൽ ക്ലാസ് ആയിരിക്കും. ഇതുപോലെ അഭിനയിക്കുന്നവരെ വിശ്വസിക്കാനേ പാടില്ല. എന്നും ഒരേപോലെ ഇരിക്കുന്നവരാണ് ശരിയായിട്ടുള്ളവര്. എടി, ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം. അവൻ ലവ് ഫെയിലിയർ ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. അവനും തെറ്റുകാരനാകാലോ. ആദ്യം നീ അതാണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? എടി, എനിക്കെന്തോ പേടിയാവുന്നു. നീയും കൂടെ വാ. നിനക്കിഷ്ടപ്പെട്ടുവെങ്കിൽ ഞാൻ പ്രേമിക്കാം. ഓക്കെ? വാക്കു മാറ്റരുത്. പ്രോമിസ്? പ്രോമിസ്. ഹലോ, എവിടെയാ ഇയാളെ? ഇവിടെയോ? ഫസ്റ്റ് ഫ്ലോർ. പ്രിയേ, പ്രിയ ഇവിടെ. ഓ ഹായ്, ഞാൻ താഴെ വരാം. എടി പ്രിയേ, കണ്ട ഉടനെ ഹായ് ഹായ് അതോടെ നിർത്തിയേക്കണം. നീ ഈ വിളിച്ചോണ്ടിരിക്കല്ലേ? മനസ്സിലായോ? സുന്ദരനാടാ നീ. ഹായ് ഹായ്. പ്രിയേ, ഇരിക്ക്. ഇതിന്റെ ഫ്രണ്ട് ജ്യോതി, ഒരുമിച്ച് വർക്ക് ചെയ്യണം. ഹായ്. ഈ ഡ്രസ് നല്ല ചേർച്ചയുണ്ട്. ചെന്നൈ സിൽക്സ് 850. 850. വെരി നൈസ്. പ്രിയക്ക് ചേരുന്നുണ്ട്. സാർ, ആൽവൻ ഫീസ് സൺഡേ, കോക്കോ മാജിക് സൺഡേ, പോപ്പിൻ ഫ്രൂട്ട് സൺഡേ, ബട്ടർ സ്കോച്ച് ബ്ലാസ്റ്റ് ചോക്ലേറ്റ് സൺഡേ. ഏതാ വേണ്ടേ? എന്തെങ്കിലും ഒന്ന് പറ. ബിയർ പറഞ്ഞാൽ കഴിക്കുമോ? കഴിക്കാൻ എന്താ വേണ്ടെന്ന് പറ. എനിക്ക് വാനില. എനിക്കൊരു സ്ട്രോബെറി. അല്ലല്ല, എനിക്കും അത് തന്നെ മതി. 2 സ്ട്രോ. എനി ചേഞ്ചസ്? 2 സ്ട്രോബെറി, 1 വാനില. ഓക്കെ സാർ. അതൊക്കെ മതി. എന്താ ഇത്? സ്വന്തമായിട്ട് ഒന്നിനും ഒരു തീരുമാനമില്ലേ? എന്താ കഴിക്കേണ്ടതെന്ന് കൂടി ഡിസൈഡ് ചെയ്യാൻ അറിയില്ല. പിന്നെ എങ്ങനെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകും? ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ കൊണ്ടുവന്നിട്ട് ഇത് മതിയോ എന്ന് എപ്പോഴും ചോദിച്ചോണ്ടിരിക്കുവോ? നമ്മുടെ ലൈഫ് നമ്മൾ വേണം തീരുമാനിക്കാൻ. എന്താ പറയുന്ന ഫ്രണ്ട്? എന്റെ ഫ്രണ്ടിനെ നിങ്ങളോട് എന്ത് ചോദിക്കണമെന്ന്. എന്തോന്നാ? പെണ്ണുങ്ങളെ വായി നോക്കുന്ന ശീലമുണ്ടോ? എന്തൊരു പൊട്ട ചോദ്യം ചോദിക്കുന്നേ. സിനിമയ്ക്ക് പോയെന്ന് വെച്ചോ, നിങ്ങളെപ്പോലെയുള്ള പെണ്ണുങ്ങൾ വന്ന ഒരു കൂൾ ഡ്രിങ്ക്സ് അടിച്ച് നന്നായിട്ട് വായി നോക്കും. നിങ്ങൾ എപ്പോഴും ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിൽ എടുക്കുക? അയ്യോ, 10 രൂപ ടിക്കറ്റാണ് എടുക്കുന്നത്. ഫസ്റ്റ് ക്ലാസ്സിൽ പോയെന്ന് വെച്ചോ, ഒരു നല്ല സീൻ കണ്ട വെരി നൈസ് അല്ലേ? അതൊന്നും എനിക്ക് ശരിയാവത്തില്ല. ഫ്രണ്ട് സീറ്റിലിരുന്ന് വിസിലടിച്ച് പൊളിക്കുന്ന സുഖം വേറെ എങ്ങും കിട്ടത്തില്ലെന്നേ. നമുക്കൊരു ദിവസം പടത്തിന് പോകാവേ. നിങ്ങള് ഹൈ ക്ലാസ് ഫാമിലിയാണോ? മിഡിൽ ക്ലാസ് ആണേ. പക്ഷേ ഈ ഡ്രസ്സ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. കുളിച്ചില്ലെങ്കിലും കോണം പുറത്ത് കിടക്കണ്ടേ? നല്ല ഡ്രസ് ഇട്ടാലേ നമുക്ക് കോൺഫിഡന്റ് വരത്തുള്ളൂ. നിങ്ങൾ എപ്പോഴും ഇങ്ങനെയല്ലേ അടിച്ചു പൊളിച്ച് നടക്കുക? എന്റെ അമ്മ വഴക്ക് പറയുമ്പോ ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്നാലുണ്ടല്ലോ. വട്ടാന്ന് വിചാരിക്കും സാർ. നീ പുറകിലുണ്ടായിരുന്നോ? ഇല്ല സാർ. പോ, എടുത്ത് കഴിക്ക്. പ്രിയ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ലവ് ഫെയിലിയർ ആണെന്ന്. ഈ ചോദ്യം എന്താ ഇത്ര ലേറ്റ് ആയെന്ന് ഞാൻ വിചാരിച്ചു. അതെ, ലവ് ഫെയിലിയറാ. എന്താ പ്രശ്നം? പെണ്ണ് ഇഷ്ടമല്ലെന്ന് നിങ്ങളോട് പറഞ്ഞു? വല്ല ഫാമിലി പ്രശ്നം? അതോ ജാതി പ്രശ്നമാണോ? ഒന്നുമല്ല. അങ്ങനെയാണെങ്കിൽ എന്താ പിന്നെ നിങ്ങളുടെ പ്രശ്നം? ഒരു മിനിറ്റ്. സുധേ. ഓ, എന്റെ ഫ്രണ്ടാ. ഓ, ഹലോ, എന്താടാ? എന്താ ചെയ്യുന്നേ? കഴിച്ചോണ്ടിരിക്കുക. ഹസ്ബൻഡ് ദോശ ചുട്ടോണ്ടിരിക്കുക. ദോശ ചുടുവാണെന്നോ?
പുള്ളിക്കൊന്ന് കൊടുത്തേ. ഹലോ സർ. എന്താ സാറേ ദോശ ചുടുവാ അല്ലേ? അഭിനന്ദനങ്ങൾ. എന്തിനാ സാറേ? വിട്ടുകൊടുത്ത് ജീവിക്കണമെന്ന് പറയും, ചുട്ടുകൊടുത്ത് ജീവിക്കാനാ വിധി. വെറുതെ കളിയാക്കല്ലേ? ആ ഫോണിങ് വന്നേ. ഡാ എന്താണ് നിനക്ക്? എന്റെ ഹസ്ബൻഡിനെ കളിയാക്കാ? ഏയ്, ഞാനും പ്രിയ ഐസ്ക്രീം കഴിക്കാൻ വന്നാ. ഓ, ഇതിനിടയ്ക്ക് ഇത്രയൊക്കെ ഒപ്പിച്ചല്ലേ? ഛേ, നീ വിചാരിക്കുന്ന പോലൊന്നുമല്ല, ഞങ്ങള് പ്രേമിക്കുന്നൊന്നുമില്ല. പ്രിയ നമ്മുടെ ലവ് ഫെയിലിയറിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇയാള് പറ. അയ്യോ വേണ്ട വേണ്ട, സംസാരിക്കേ, എന്തെങ്കിലും ഒന്ന് പറ. ഹായ് സുധ. സുഖാണോടി? ഫൈൻ. എന്താ ആ ലൂസിയേഴ്സ് ലവ് ഫെയിലിയർ എന്ന് പറഞ്ഞോ? പൊട്ടി പെണ്ണ്. അവനൊരു പെണ്ണിനെ ഫ്രണ്ടായിട്ട് വേണമെങ്കിൽ ഇങ്ങനാടി ഭയങ്കര ഫീലിംഗ് ആയിട്ട് സംസാരിക്കും. കുറച്ച് ഗമക്കാരനാ, പക്ഷെ ആള് നല്ലവനാടി. ഹേയ്, അവൻ നിന്നെ സ്നേഹിക്കാന്നാ തോന്നുന്നു. ഇഷ്ടാണെങ്കിൽ നീ ഓക്കേന്ന് പറ. എങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലായിടി പെണ്ണ്. ഓക്കെ. എന്താ അവള് പറഞ്ഞേ? ഇതാണോ ലവ് ഫെയിലിയർ? കൊന്നുകളയും. കൊന്നേക്ക്.